ഇപ്പോൾ 3 ഫേസ് സിസ്റ്റം എന്താണ്? ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ് അല്ലേ. ഒരു ഇമാജിനറി കൺസെപ്റ്റ് നമ്മൾ സാധാരണ ഫീൽഡിൽ ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും? സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോയിൽ ഗ്രെയിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇങ്ങനെ പാർട്ടിക്കിൾസിനെ സോളിഡ്സ് എന്നാണ് വിളിക്കുക. സോളിഡ്സിന് പുറമെ അവിടെ കുറച്ച് വോയിഡ് സ്പേസുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വോയിഡ്സ് എന്ന് വിളിക്കും. ഇനി ആ വോയിഡ്സുകളിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒന്നെങ്കിൽ വാട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ എയർ ഉണ്ടാവും. ഇതും അല്ലെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ 3 ഫേസ് സിസ്റ്റം എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കും. ഒരു റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം ഇത് മാർക്ക് ചെയ്യും. ഏറ്റവും താഴെ സോളിഡ്, പിന്നെ വാട്ടർ, അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ എയർ ഏറ്റവും മുകളിൽ അല്ലേ. ഇപ്പം ഏറ്റവും താഴെ സോളിഡ്സ്, പിന്നെ വാട്ടർ, അതിന് മുകളിൽ എയർ. അപ്പം ഇതാണ് 3 ഫേസ് സിസ്റ്റം. 3 ഫേസുകൾ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ട് അതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഇതിൻ്റെ വോളിയവും അതുപോലെ തന്നെ വെയിറ്റും ചേർക്കേണ്ടതുണ്ട് ഈ ഒരു ഫിഗറിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം മാർക്ക് ചെയ്യാറുള്ളത് റൈറ്റ് സൈഡിലാണ്, ഓക്കെ. അപ്പോൾ നോക്ക്, ഇവിടെ എന്താണ്? ഇതെന്തിൻ്റെ വോളിയം? വോളിയം ഓഫ് വാട്ടർ അല്ലേ. ഇത്രയും ഭാഗം വാട്ടറാണ്. ഇനി അതിന് മുകളിൽ എന്താ ഉള്ളത്? വോളിയം ഓഫ് എയർ ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? വോളിയം ഓഫ് സോളിഡ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് എയറിനെയും വാട്ടറിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് വിളിക്കാം? വോയിഡ്സ് എന്ന് വിളിച്ചൂടെ. അപ്പോൾ നമുക്കത് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്താണ്? ടോട്ടൽ വോളിയം ആയിട്ടുള്ള ക്യാപിറ്റൽ വി. അപ്പോൾ നമ്മൾ വോളിയംസ് എല്ലാതും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വെയിറ്റ് ആണ് മാർക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് വൺ വെയിറ്റ് ഓഫ് സോളിഡ്സ്, അതിൻ്റെ മുകളിൽ വെയിറ്റ് ഓഫ് വാട്ടർ. പിന്നെ വെയിറ്റ് ഓഫ് എയർ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതില്ല, കാരണം അത് നമ്മൾ 0 ആയിട്ടാണ് എടുക്കാറുള്ളത് അല്ലേ. ഇനി ടോട്ടൽ വെയിറ്റും ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണിക്കേണ്ടത് കേട്ടോ. ഇനി ഇതിന് പുറമെ ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം ഈ ഓരോ കാര്യങ്ങളും എന്താണെന്ന് എഴുതി വെക്കുക. എന്ന് വെച്ചാൽ VA എന്ന് പറഞ്ഞാൽ എന്താണ്, VW എന്താണെന്നൊക്കെ താഴെ എഴുതി വെക്കണം കേട്ടോ. ഇപ്പോൾ VA എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് എയർ. അതുപോലെ VW എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വാട്ടർ. VS എന്താണ്? VV എന്താണ്? ക്യാപിറ്റൽ V എന്താണെന്ന് എല്ലാതും എഴുതുക. എന്നിട്ട് അതിന് പുറമെ എഴുതുക ക്യാപിറ്റൽ V ടോട്ടൽ വോളിയം ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് എന്ന് എഴുതുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ W ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വോയിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഇത്തരം കാര്യങ്ങൾ കൂടി എഴുതുക. പിന്നെ ഇന്ന് 7 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് പോയിന്റുകൾ കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ പോയിന്റുകൾ എഴുതേണ്ടത് ഒന്ന്, ഇതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണെന്ന് എഴുതുക. ഓക്കെ, ഇമാജിനറി കൺസെപ്റ്റ് ആണ്. പിന്നെ അതിൽ വേണ്ടത് കൺവെൻഷനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതി. അതെന്താണ്? റൈറ്റ് സൈഡിൽ വോളിയമാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. അതേ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താണ്? വെയിറ്റുമാണ് മാർക്ക് ചെയ്യാറുള്ളത് അല്ലേ. പിന്നെ അതിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എഴുതുക. സോളിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ, എയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി എഴുതുക. എങ്കിൽ മാത്രമേ നമുക്ക് 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ.